What is this? Hi, this is tea actually, Okay. but now we are making barley. Barley, your language. In our language, it comes from mountain, Okay. natural source of water, and we believe that this is the purest form of water, and it is very good for. സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം കാണുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നുമല്ലേ? തീർച്ചയായും ഹിമാചൽ പ്രദേശിലെ ലാഹോൾ സ്പിറ്റി ജില്ലയിൽ ട്രാൻസ് ഹിമാലയത്തിൽ 4180 മീറ്ററിൽ സ്ഥിതി ചെയ്യുന്ന ദങ്കാർ തടാകമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഒരു ഹിമാലയ ലേക്ക്. ദങ്കാർ ഗ്രാമത്തിൽ നിന്നും 3 കിലോമീറ്റർ മല കയറിയാൽ മാത്രമാണ് നമുക്ക് ഈ തടാകത്തിൽ എത്തിപ്പെടാൻ സാധിക്കുക. എന്തോ ഭാഗ്യം, ഞാൻ തനിച്ചാണ് വന്നത്. ഗൈഡുകൾ വെച്ച് പോകാനാണെങ്കിൽ ചുരുങ്ങിയത് 8000 രൂപയ്ക്ക് കൊടുക്കണം. അതിൻ്റെ ഒരു ആവശ്യമില്ല. യാത്ര പൊതുവേ നടന്നായത് കൊണ്ട് തന്നെ ഇതൊക്കെ സ്വാഭാവികം. ഈ സ്ഥലം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ചുറ്റും കാണുന്നത് ട്രാൻസ് ഹിമാലയാണ്. പച്ച വിരിച്ച തടാകം, നീലയും പച്ചയും കലർന്ന കളറാണെന്ന് പറയാം. കൂടെ എൻ്റെ ടെൻറ്റും ഞാൻ നിൽക്കുന്ന സ്ഥലവും നിങ്ങൾക്കിത് കാണിച്ചു തരാൻ കഴിഞ്ഞതാണ് കേട്ടോ എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവൻ കാണുകയാണെങ്കിൽ ഞാൻ പോകുന്ന ഗ്രാമഭംഗികളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത്രയും സന്തോഷത്തിലാണോ ഞാൻ സംസാരിക്കുന്നത്, അത്ര ഒച്ചത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. എന്ത് മനോഹരമായൊരു കാഴ്ചയാണല്ലേ. ഒരു വലിയൊരു പർവ്വത പ്രദേശത്ത് ഞാൻ തനിച്ച് മാത്രം. വേറെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 8 മാസത്തോളം ഈ തടാകം മഞ്ഞ കട്ടയായിരിക്കും. നമുക്കതിൻ്റെ മുകളിലൂടെ നടന്നു പോകാം. പക്ഷേ ആ സമയത്ത് നമ്മൾക്ക് ആർക്കൂടെ വരാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഐസാണ്. ഈ പ്രകൃതി മൊത്തം, ഈ സ്ഥലം മൊത്തം മഞ്ഞിൽ മൂടിക്കിടക്കും. അതായത് -35 വരെ വരുന്ന സ്ഥലമാണ്. ഇതൊക്കെ നമ്മൾ അറിയണം കേട്ടോ. ആകെ കിട്ടുന്ന 4 മാസമാണ് നമുക്കിതൊക്കെ കാണാൻ സാധിക്കുന്നത്. എന്താണല്ലോ നമ്മൾ പ്രകൃതിയെക്കുറിച്ച് പറയാൻ. ഞാനിങ്ങനെ സന്തോഷം കൊണ്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എത്തിച്ചിരുന്നത്. അത്രയും ഹാപ്പിനെസ്സാണ്. ഭൂമിയിലെ തടാകങ്ങൾ, അതും ഹിമാലയ റേഞ്ചിലെ തടാകങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സവിശേഷത പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പ്രധാനപ്പെട്ട എടുത്തോറേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആനിമൽസ് ഉണ്ട്. പുലി നല്ലതുപോലുള്ള സ്ഥലമാണ്. കാരണം സ്നോ ലെപ്പാർഡ്, ഇവിടെ നല്ലതുപോലെ കാട്ടിൽ ജീവിക്കുന്ന ആടുകളുണ്ട്. എന്തായാലും നിങ്ങൾ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. എൻ്റെ ഗ്രാമത്തിലേക്കുള്ള യാത്രകൾ കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. സുഹൃത്തുക്കളെ, ഞാൻ നടന്നു പോകുന്ന സ്ഥലം നോക്കിയേ. അതായത് ഒരു കുമിളുകൾ പോലെ ചെറിയ ചെറിയ ചെടികൾ കേട്ടോ. ഈ ഒരു ജില്ലിക്കല്ല് പോലത്തെ സ്ഥലമാണ് കേട്ടോ. ഇവിടെ ജില്ലിക്കല്ലാണ്. ഒരു കുമിളകൾ പോലത്തെ ചെടികൾ. എന്തോ രസം, എന്തൊരു പ്രത്യേക ആംബിയൻസ്. നല്ലപോലെ തലകറക്കം വരുന്നുണ്ട്. കാരണം ആൾട്ടിറ്റ്യൂഡ് ബാധിക്കുന്നുണ്ട് നല്ലതുപോലെ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് 4500 മീറ്ററിലാണ്. ലേക്ക് കണ്ടത് 4160 ഇപ്പോൾ 4500 മീറ്ററിലായി. എന്തോ ഒരു ലോകം കേട്ടോ. ഞാൻ സത്യം പറയാലോ, കുട്ടിക്കാലത്ത് നമ്മൾ സ്വപ്നത്തിൽ നടന്ന സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ നടക്കുവാണ്. എന്തോ ഒന്നും അറിയത്തില്ല. ഇതൊരു ഒറ്റപ്പെട്ടൊരു ഭൂപ്രദേശമാണ്. എന്നിട്ട് എനിക്കെന്തോ സന്തോഷം. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെ നടക്കുമ്പോൾ ഒരു ഹാപ്പിനെസ്സാണ് എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെ നടക്കുമ്പോൾ. ഓ മാൻ, തളർന്നേ. അടുത്തത് ഞാൻ ഇവിടുന്ന് കാസ ഗ്രാമത്തിലേക്കുള്ള കാഴ്ചകളായിരിക്കും കേട്ടോ ഉൾപ്പെടുത്തുക. നിങ്ങളെല്ലാവരും മാക്സിമം കാണുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് ഹിമാചൽ പ്രദേശിലെ കാസയിലാണ്. കാസ കുറച്ച് ക്രൗഡഡ് ആണ് കേട്ടോ. വലിയൊരു സിറ്റിയൊക്കെ വരുന്ന സ്ഥലമാണ്. ഈ കാണുന്നത് കാസയിലെ മെയിൻ മാർക്കറ്റ് ഏരിയ ആണ്. പീസ്ഫുള്ളാണ് ചോദിച്ചാൽ മൗണ്ടെയിൻസ് ഏരിയ വരുന്ന വലിയ ലൊക്കേഷനാണ് കേട്ടോ ഹിമാചൽ പ്രദേശിലെ. ഞാൻ ഈ കാണുന്ന ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഇത് മൊത്തം ഇവിടുത്തെ ഹോട്ടൽസാണ്. അതായത് വലിയൊരു സിറ്റിയാണെന്ന് പറയാം കേട്ടോ. കാസ എന്ന് പറയുന്നത് നിയർ ബൈ ഉള്ള വില്ലേജ് ഏരിയകളിലേക്കൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഈ ഒരു കാസ മാർക്കറ്റിൽ നിന്നാണ് കേട്ടോ. ഞാനെന്താ പ്ലാൻ എന്ന് വിചാരിച്ചാൽ എനിക്ക് ഗ്രാമത്തിലേക്ക് പോകണം. ഗ്രാമം എന്ന് പറഞ്ഞാൽ പഴയ വില്ലേജ് ഏരിയകൾ, അത് തപ്പിപ്പിടിക്കാനാണ് പണി. ഇവർ പറഞ്ഞത് ഈ റൂട്ട് നേരെ പോയാൽ മതി എന്നാണ്. എക്സ്പെൻസാണ് കേട്ടോ. കാസയിൽ ഭക്ഷണത്തിനൊക്കെ അത്യാവശ്യം നല്ല പൈസയുണ്ട്. ഇതൊക്കെ ഇവിടുത്തെ ചെറിയ ചെറിയ കടകളാണ്. എനിക്ക് ലാറി, താബു ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കമ്പയർ ചെയ്യുമ്പം എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ലാറി തന്നെയാണ്. കാരണം ഇവിടെ മൊത്തം ഹോട്ടൽസാണ്, വലിയ വലിയ ഹോട്ടൽസും കാര്യങ്ങളാണ്. ഞാനിപ്പം പോകുന്നത് ഫീൽഡ് ഏരിയയിലാണ് കേട്ടോ. ഇത് കാസേൻ്റെ ഒരു സൈഡാണ്. KAZA എന്നാണ് കേട്ടോ കറക്റ്റ് സ്പെല്ലിങ് വരുന്നത്. തണുപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പം എൻ്റെ ജാക്കറ്റ് വരെ എടുത്തിട്ടുണ്ട്. ജാക്കറ്റ് മാത്രമല്ല, ഈ ഒരു കഴുത്തിൽ കണ്ടോ. കാരണം എനിക്കിപ്പം തണുപ്പടിക്കുമ്പോൾ നല്ലപോലെ പനിയൊക്കെ വരുന്നുണ്ട്. എന്താ അറിയില്ല. മുകളിൽ മൊത്തം സ്നോ മൗണ്ടെയിൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, കാസ വൃത്തിയുണ്ടോ ചോദിച്ചാൽ നല്ലതുപോലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ ടൗണിലുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാനേ ഉള്ളൂ. കാരണം നല്ലതുപോലെ ക്രൗഡ്
ഉള്ള ലൊക്കേഷൻ കണ്ടോ കേട്ടോ. ഇത്രയും പ്ലാസ്റ്റിക്കും കച്ചറിയും കാര്യങ്ങളൊക്കെ, പക്ഷേ ജസ്റ്റ് ഓക്കെ ആണെന്ന് പറയാം കേട്ടോ. ഇതുണ്ടോ, ഇതാണ് സ്ഥലം. ഓഹോ, ഒരു ഡിഫറെൻറ്റ് ഏരിയ ആണെന്ന് പറയാം കേട്ടോ. നല്ല ക്രൗഡഡ് ആയതുകൊണ്ട് തന്നെ എന്താണ് അതുപോലെ തന്നെ മാലിന്യങ്ങളും ഓരോരോ ഏരിയകളിൽ ഞാൻ കാണാൻ സാധിച്ചിട്ടുണ്ട്. കാരണം നല്ലതുപോലെ സഞ്ചാരികൾ വരുമ്പം അവർ മാക്സിമം അത് എന്താണ് ബിസിനസ് ഏരിയയാക്കി മാറ്റാൻ നോക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഹിമാചൽ പ്രദേശിലെ പഴയ വീട് എന്ന് പറഞ്ഞാൽ കണ്ടോ, അതൊക്കെ ഇവിടുത്തെ പഴയ വീടാണ്. ഇപ്പം നോക്കിയ സ്ഥലങ്ങൾ മൊത്തം മാറിപ്പോയില്ലേ. ഇതൊക്കെ കണ്ടോ മൊത്തം ലക്ഷറി ഹോട്ടൽസാണ്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടതുണ്ടോ, അങ്ങനെ ദൂരെ നോക്കിയ ഒരു സ്നോ മൗണ്ടൻ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു സന്തോഷമുണ്ട്. ഇന്ന് എവിടെയെങ്കിലും സ്റ്റേ നോക്കണം, അതൊക്കെയാണ് എൻ്റെ ഒരു പ്ലാനിങ്. ഞാൻ ഗ്രാമത്തിലൊരു വീട്ടിൽ വന്നിട്ടാണ് ഉള്ളത്. നമസ്തേ. नमस्ते नमस्ते घर है आपका? घर है, ये घर है। हाँ जी, ഇവിടെ താമസിക്കേണ്ട സൗകര്യമുണ്ട്. അവരെനിക്ക് റൂം കാണിച്ചു തരാൻ പോവാണ്. കിതറ റൂം? सीन अच्छा है ना? हाँ बहुत अच्छा है. ഇതൊക്കെ ഒരു വീട്ടിൻ്റെ ഏരിയ കേട്ടോ. ഇവിടെ കണ്ടോ, നമ്മൾ കസ്റ്റമർ വരുമ്പം ഇവർ നമ്മളെന്താണ് വെൽക്കം ചെയ്യുന്ന രീതിയാണ് കേട്ടോ. ഒരു വീടാണ് കൂടി ആലോചിക്കണം കേട്ടോ. അതെനിക്ക് വളരെ അത്ഭുതം തോന്നിയ കാര്യമാണ്. നമ്മൾ ഹിമാചൽ പ്രദേശല്ല, ഇങ്ങനെ മൗണ്ടൻ ഗ്രാമത്തിൽ ഹോം സ്റ്റേ എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് വെൽക്കം ചെയ്യുന്ന രീതി ഭയങ്കര കേട്ടോ. നമുക്ക് അത്ഭുതമായി തോന്നും. ഈ കേത് क्या है? आलू है, हरा मटर भी जाया यहाँ थोड़ा थोड़ा ग्रीन पीस है, ग्रीन पीस. ग्रीन पीस। हाँ अच्छा हाँ जी, ठीक है. ഇതൊക്കെ ഉണ്ടോ, പൂവൊക്കെ കൊണ്ട്. ഒറിജിനൽ പ്ലാസ്റ്റിക് है? प्लास्टिक है, प्लास्टिक। अच्छा. रिवर्स देखो वो ओहो, स्पीति नदी. सविती नदी। ठीक है. റൂം रूम यहाँ ഇവര് വീട് കണ്ടോ, എന്ത് രസമാണ് നോക്കി നിർമ്മിച്ചത്. एक मिनट. നമ്മളെ വീട്ടിൽ കയറുന്ന പോലെ ഇവരെ വീട്ടിലും കയറണം കേട്ടോ. കാരണം നമ്മളെ വീട്ടിൽ എങ്ങനെയാണോ അതേപോലെ വേണം ഹോം സ്റ്റേയിൽ താമസിക്കുമ്പോഴും. ആഹാ, ഓ സുന്ദരേ. ഇതാണ് കേട്ടോ ഇവരെ വീട്. ഇവിടെ താമസിക്കാൻ പറ്റും. കാസയിൽ ഞാൻ കുറേ നോക്കി കേട്ടോ. ഇവിടെ ഭയങ്കര എക്സ്പെൻസ് ആണ്. यहाँ ओ शांति है, शांति യാ മേരാ മാലേ. और नहीं है। ठीक. आहा, बड़ा रूम है. ഇത് आपका घर है? घर है, घर अच्छा. घर है। ലൈറ്റ്. ഇത് തുണി തുറന്നിരുന്നു കേട്ടോ. നമ്മളെ വീട്ടിലെ അമ്മമാരൊക്കെ ഇല്ല, അതേപോലെ കേട്ടോ നമ്മളെ പെരുമാറ്റം കാര്യങ്ങളൊക്കെ. മക്കളെ പോലെ ഇവർ നമ്മളെ വെൽക്കം ചെയ്യും. ഇത് റൂം കേട്ടോ. നമ്മളെ ഫാമിലീസൊക്കെ വന്നാൽ ഫാമിലി റൂമേ, हाँ जी, ഈ ഫാമിലി റൂമേ, ഫാമിലിക്ക റൂമേ. എന്ത് സന്തോഷമല്ലേ അമ്മ കാണാൻ വേണ്ടി. നല്ല നീറ്റാണ് കേട്ടോ. എന്ത് രസം നോക്കി. ഒരു വീട്ടിൻ്റെ അടിഭാഗത്ത് ഇവർ താമസിക്കും, മുകളിൽ നമുക്ക് എന്താണ് കസ്റ്റമർ വന്ന താമസിക്കുന്ന റൂം കേട്ടോ. ഹോട്ടൽസിനെ അപേക്ഷിച്ച് ഹോം സ്റ്റേയിൽ പൈസ കുറവാണ്. ഞാൻ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്ത് തരാം. मठ मठ, हाँ मेरा मालूम है. पूरा मठ। पूरा स्पीति है, स्पीति एरिया पूरा मड है यार. होटल में मठ नहीं होता है ना, होटल में सीमेंट होता होटल में बिजनेस है, होम स्टे में इधर सेफ है. है। मठ है। फैमिली का बहुत अच्छा है होटल, इसका है होम स्टे. नीचे आपका घर, नीचे अंदर बैठने फैमिली, फैमिली घर का आदमी, घर का आदमी। ऊपर में कस्टमर. हाँ अच्छा. കാസ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് പഴയ കാസ, പുതിയ കാസ. എൻ്റെ തൊട്ട് മുമ്പിൽ കാണുന്നത് നിങ്ങൾ പുതിയ കാസയാണ് കേട്ടോ. അവിടെ ഒരു ബ്രിഡ്ജ് കണ്ടോ, ഇതിനപ്പുറം പുതിയ കാസയാണ്. അങ്ങനെ പറഞ്ഞാൽ പുതിയ വീടുകളും ഹോട്ടൽസും കാര്യങ്ങളൊക്കെയുള്ള സ്ഥലത്തിനാണ് പുതിയ കാസ എന്ന് പറയുന്നത്. തൊട്ട് ഇപ്പുറം കാണുന്നത് പഴയ കാസ. പഴയ കാസയിലാണ് എന്താണ് മാർക്കറ്റൊക്കെ വരുന്നത് കേട്ടോ. അങ്ങ് ദൂരെ കാണുന്ന മൗണ്ടൻസിലാണ് ഇവരുടെ അമ്പലം ഉള്ളത്, ബുദ്ധ മന്ദിരം ഉള്ളത്. പുതിയ കാസ, പഴയ കാസ, എന്താ അല്ലേ. അതായത് ആൾക്കാർ സഞ്ചാരികൾ നല്ലതുപോലെ വന്നു തുടങ്ങുമ്പോൾ ഇവിടുത്തെ വീടുകളുടെ എണ്ണം കൂടി, ഹോട്ടലുകളുടെ എണ്ണം കൂടി, അങ്ങനെ അത് പുതിയ കാസയാണ് കേട്ടോ. ഇതുണ്ടോ, എൻ്റെ തൊട്ട് സൈഡിൽ കാണുന്നത് മൊത്തം കൃഷിയിടമാണ്. ഈ ഡ്രൈ മൗണ്ടെയ്ൻസിൽ, ഈ പർവ്വത താഴ്വരകൾക്ക് എന്താണ് പച്ച കളർ വരുത്തിയത് ഇവിടുത്തെ കർഷകരാണ് കേട്ടോ. ഇവിടെ കൃഷി ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഇവിടെ ഇങ്ങനെ പച്ച കളർ കാണുന്നത്. മാക്സിമം ഇവരെന്താണ് മരങ്ങളും കൃഷികളും ഇവിടെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു കാര്യം കേട്ടോ. ഇവിടുത്തെ കൃഷി വിളകൾ എന്താണെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും പറഞ്ഞത് ഗ്രീൻ പീസാണ്. ഇപ്പം മട്ടറിൻ്റെ സീസണാണ്, മട്ടറാണ് ഹിന്ദി. ഗ്രീൻ പീസിൻ്റെ കൃഷി നല്ലതുപോലെ ഉണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ എന്താണ് നമ്മളെ കേബേജും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ ഗ്രീൻ പീസിൻ്റെയാണ്. തൊട്ട് മുമ്പിൽ കാണിച്ചില്ല ഇതൊക്കെ. ഇത് കാണുമ്പോൾ ഒരു സന്തോഷം കേട്ടോ. അവിടെ അങ്ങ് കൃഷിയിടമുണ്ട്. ഇതൊക്കെ കാണുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഹാപ്പിനെസ് തോന്നുന്നത്. പർവ്വതങ്ങൾ പല തരത്തിലുണ്ടല്ലോ. ആൾട്ടിറ്റ്യൂഡ് കൂടുമ്പം അതിനനുസരിച്ച് പർവ്വതങ്ങൾക്ക് മുകളിലെ കളർ മാറും നല്ലതുപോലെ. ഓ,
അവിടെയൊക്കെ അവർ കൃഷി ചെയ്യുന്നുണ്ട്. നമുക്ക് ഡയറക്റ്റ് പോയി വീഡിയോ എടുക്കാൻ പറ്റില്ല, അതൊരു മോശമാണ്. ഈ കാണുന്നതാണ് കാസ കേട്ടോ. നമുക്കിനി അടുത്ത യാത്ര ഇവിടുന്ന് പോകണം, ഗ്രാമങ്ങളിൽ, പഴയ ഗ്രാമങ്ങളിൽ എത്തിപ്പെടണം. നോക്കാം, അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന വില്ലേജ് ഇവിടെയാണ് വരുന്നത്. അത് ഇവിടുന്ന് ഒരു 15-25 കിലോമീറ്റർ ഉണ്ട് തോന്നുന്നു, കോമിക് എന്ന് പറയും. പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ എന്താണ് ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ, ഏഷ്യയിലത്തെ തന്നെ വലിയ ബ്രിഡ്ജൊക്കെ വരുന്ന സ്ഥലങ്ങളുണ്ട്. അങ്ങനെ ഗ്രാമത്തിൻ്റെ ഇടവഴികളിലൂടെയുള്ള നെൽപ്പാടം എന്ന് പറയാം, നമ്മളൊക്കെ നാട്ടിലാണെങ്കിൽ നെൽപ്പാടം എന്ന് പറയും. ഇവിടെ കണ്ടോ എന്തെല്ലോ നട്ടു വെച്ചിട്ട്, ഗ്രീൻ പീസാണ് കേട്ടോ. കൃഷി ചെയ്യുന്ന അമ്മമാരെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് മൊത്തം ഗ്രീൻ പീസാണ് ഇവിടെ നട്ടു വെച്ചത്. ഇവരെന്നോട് പറഞ്ഞായിരുന്നു. സുഹൃത്തുക്കളെ, ഞാൻ വീട്ടിൽ നിന്ന് പോവുകയാണ്. ഇവിടെയാണ് ഒരു ദിവസം കിടന്നുറങ്ങിയത്. ഇവിടെ ഒരു അമ്മ എന്താണ് ജാനേ ये है पुदीना टी पुदीना इसका പുതിന. पुदीना നമ്മുടെ നാട്ടിൽ പുതിന ഇല്ലേ, അതിന്റെ ചായയാണ്, ഗ്രീൻ ടീ ആണ്. ടീക്കെ ജൂലേ ജൂലേ झूले അപ്പോൾ ഇന്ന് ഈ ഒരു ചായ കുടിച്ച് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും. എന്നോട് ഈ ഒരു 500 രൂപ മാത്രമേ വാങ്ങിയുള്ളൂ. നിങ്ങൾ 3 പേര് വരുവാണെങ്കിൽ ഇവിടെ 1000 രൂപയ്ക്ക് നിങ്ങൾക്ക് താമസിക്കാം കേട്ടോ. വളരെ ലാഭമാണ്, വീട്ടിലെ ഭക്ഷണം വരെ നിങ്ങൾക്ക് കഴിക്കാം. ടീക്കെ ഗുഡ് ബൈ. രാവിലത്തെ ഗ്രീൻ ടീ കേട്ടോ. അടിപൊളി കേട്ടോ. ഇവർ ഭയങ്കര രസമാണ് കേട്ടോ ഇവരുടെ ഭക്ഷണ രീതിയൊക്കെ. അത് ഇവരെ ആരോഗ്യം നമുക്ക് എടുത്ത് പറയാമല്ലോ. ഇവരുടെ ഭക്ഷണ രീതി ആയാലും. കാലാവസ്ഥ ഇന്ന് എന്താണ്, വെയിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ട് വേഗം ഇറങ്ങണം. എവിടെയാണെന്ന് പോകുന്നറിയില്ല. കീ മൊണാസ്ട്രിയിലേക്കാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. 10 കിലോമീറ്ററിനടുത്ത് ഉണ്ട് ഇവിടുന്ന്. സുഹൃത്തുക്കളെ, കാസ ഗ്രാമത്തിൽ നിന്ന് ഇറങ്ങുമ്പം ഒരു ടാക്സി വരുന്നത് കണ്ടു. അങ്ങനെ കൈ നീട്ടിയതാണ്. ഇവിടെ ടാക്സിക്കൊക്കെ നല്ല പൈസയാണ് കേട്ടോ. പക്ഷേ പുള്ളിക്കാർ അങ്ങോട്ട് പോകുന്നതുകൊണ്ട് എന്നോട് 100 രൂപ തന്നാൽ മതി പറഞ്ഞു. 15 കിലോമീറ്ററാണ്. 15 കിലോമീറ്റർ ഇവിടുന്ന് ടാക്സി പിടിച്ച് പോകണമെങ്കിൽ റേറ്റ് എന്ന് പറയുന്നത് 1000 രൂപയാണ് കേട്ടോ. അപ്പോൾ ഒന്നും നോക്കിയില്ല, ഞാൻ കൊടുത്തു. കാരണം വേറെ ഓപ്ഷനില്ല. ഇവിടെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളാണ്, നടന്നു പോയാൽ നമ്മൾ പെട്ടു പോകും. കാരണം നിങ്ങൾക്ക് ഈ കാണുന്ന ഡ്രൈ മൗണ്ടൻസ് കണ്ടോ, ഇങ്ങനത്തെ സ്ഥലങ്ങളാണ്. ഹലോ ജി, നമസ്തേ. झूले 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 नाम क्या है? टप्पा तप्पा, हाँ। बुद्धिस्ट नाम? हाँ अच्छा, ओनली तप्पा? टप्पा तप्पा, अच्छा. अभी आपका टैक्सी ड्राइवर है? हाँ जी सर. अच्छा, इधर में विंटर टाइम आपका काम बहुत मुश्किल है? हाँ जी यहाँ पे है ना सर. अभी ये कस्टमर है? हाँ जी. ठीक है. ഇതുണ്ട് ധാരാളം വാഹനങ്ങളാണ്. ഇപ്പോഴാണ് സീസൺ ടൈം. ഈ ഒരു 4 മാസം ഇവർ നല്ലതുപോലെ പൈസ ഉണ്ടാക്കും. അത് കഴിഞ്ഞ് ഇവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇപ്പം ഉണ്ടാക്കിയ പൈസ വെച്ച് സാധനങ്ങളൊക്കെ വീട്ടിൽ സ്റ്റോക്കാക്കി അങ്ങനെ ജീവിച്ചു പോകുന്നൊരു ജനത കേട്ടോ. ഇവിടെ ഇവർ പൈസ കൂടുതൽ പറഞ്ഞാൽ നിങ്ങളത് ബാർഗെയിൻ ചെയ്യണം മാക്സിമം, എന്നാൽ മാത്രമേ കാര്യം ഉണ്ടാവും. ഇത് കണ്ടോ, ഓരോ ഇന്ത്യയിലെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ വണ്ടി വരുന്നത്. അതിന് ഉദാഹരണമാണ് ഇത് പഞ്ചാബാണ്, അത് ഉത്തരാഖണ്ഡ് വണ്ടിയാണ്, അത് MH വണ്ടി, GJ, KL എല്ലാ വാഹനങ്ങളും ഇവിടെ വരുന്നുണ്ട് കേട്ടോ. കൂടാതെ തന്നെ ഫോറിൻ കൺട്രീസിലെ ആൾക്കാരും. അതായത് അത്ര ഫേമസ് ആണല്ലോ സ്പിറ്റി എന്ന് പറയുന്ന സ്ഥലം. കസ്റ്റമറൊക്കെ കണ്ടോ, ധാരാളം ആൾക്കാർ. എന്തായാലും 100 രൂപയൊക്കെ ഞാനിന്ന് യാത്ര ചെയ്യുന്നത് ചെറിയൊരു കാര്യമല്ല, ഭാഗ്യമാണ്. കാരണം 100 രൂപ എന്ന് പറഞ്ഞാൽ ഇവിടെ ചായ കുടിക്കേണ്ട പൈസയാണ് കേട്ടോ. 100 രൂപ അത്രയും വില കൂടിയ സ്ഥലങ്ങളാണ് സാധനത്തിനൊക്കെ. നിങ്ങൾ മാക്സിമം ഭക്ഷണം കുക്ക് ചെയ്യാൻ നോക്കണം. 2-3 ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്യാൻ നോക്കുക. ഇതുണ്ടോ CHO എന്ന് പറയുന്നത് ചണ്ഡീഗഡ് വണ്ടിയാണ്. HP എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശ്. ഞാനിപ്പോൾ പോകുന്നത് കീ മൊണാസ്ട്രി ആണ്, ഫേമസ് ആണ് കേട്ടോ. കീ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ ഒരു ഹോം സ്റ്റേക്കാരുമായി ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചായിരുന്നു. അവർ ചെറിയ പൈസക്ക് റൂം തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകേണ്ട പരിപാടിയില്ല. ഇതൊക്കെ ഉണ്ടോ, മൊത്തം ഹോട്ടലാണ് കേട്ടോ. ഗ്രാമങ്ങൾക്കുപരി കാസ എന്ന് പറയുന്ന സ്ഥലത്ത് ഹോട്ടലാണ് കൂടുതൽ. കാരണം അതാണ്, അത്രയും സഞ്ചാരികൾ വരുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് എന്താണ് നല്ല പൈസ കിട്ടുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർ നല്ലതുപോലെ പൈസയൊക്കെ വാങ്ങുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പറയുന്നത് പോലെയാണ്. നിങ്ങൾ ഒറ്റ അടിക്ക് എന്താണ് 5000 തരാൻ പറഞ്ഞാൽ 5000 തീർച്ചയായും കൊടുക്കണം. പോകുന്ന വഴി കണ്ടോ, ഇത് വേറെ റൂട്ടാണ് കേട്ടോ. ഈ ഗ്രാമത്തിലേക്ക് പോകുന്ന വഴിയാണ്. ഇതിലൂടെ പോയാലാണ് കിബർ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ കൂടി പോകാൻ സാധിക്കുക. തൊട്ടപ്പുറത്തൂടെ പോകുന്നതാണ് നമുക്ക് മണാലിയിലേക്ക് തിരിച്ചിറങ്ങാനുള്ള റോഡ് കേട്ടോ. അതായത് ഹിമാചൽ പ്രദേശിൽ ലാസ്റ്റ് ഓപ്പൺ ആവുന്ന സ്ഥലമാണ്. 5-6 ദിവസമേ ആയിട്ടുള്ളൂ മണാലിയിലേക്കുള്ള റോഡ് ഓപ്പൺ ആയിട്ട്. ഇത് വഴിയാണ് കേട്ടോ. അല്ലാത്ത സമയം നമുക്ക് തിരിച്ച് മണാലി പോകാനാണെങ്കിൽ 5-6 ദിവസം വേണം. ഇതിലൂടെ ആണെങ്കിൽ നമുക്ക് 4 മണിക്കൂർ മതി കേട്ടോ മണാലി പോകാൻ വേണ്ടിയാണെങ്കിൽ. കാരണം അടൽ ടണലിൻ്റെ അടുത്ത് എത്താൻ വേണ്ടി 4 മണിക്കൂറേ നമുക്ക് വേണ്ടി ഈ ഒരു റൂട്ടിലൂടെ ആണെങ്കിൽ. കാരണം നല്ലപോലെ മഞ്ഞ് വീഴുന്ന സ്ഥലമാണ്. കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ മൊത്തം മഞ്ഞാണെന്നാണ് പറയുന്നത്. നമ്മുടെ കാറിൽ പുതിയൊരു അതിഥി കൂടി ഉണ്ട്. ഒരു അമ്മൂമ്മ കയറിയിട്ടുണ്ട് വണ്ടിക്കകത്ത്. ജൂലേ ഒരു പാവ അമ്മൂമ്മ കേട്ടോ. ഇത് വിഷമം തോന്നും അവരെ കാണുമ്പോൾ. നമുക്കുണ്ടായിരുന്നല്ലോ അമ്മൂമ്മമാരൊക്കെ. ശാന്തമായ സ്ഥലമാണ്. പക്ഷേ ഇവിടെ നമുക്ക് നടന്നു പോകുന്നൊരു ഇഷ്യൂ എന്ന് വിചാരിച്ചാൽ, ഞാൻ ഇത്രയും നാൾ നടന്നു പോയ യാത്ര പോലെയല്ല സ്പിറ്റിയിലെന്ന് പറയുന്നത്. കാരണം നമുക്ക് ഭക്ഷണം കഴിക്കാനാണെങ്കിലും കുടിവെള്ളമാണ് ഏറ്റവും മെയിൻ പ്രശ്നം.
ഒരു നാളെ കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഗ്രാമത്തിൻ്റെ അടുത്ത് എത്തണം കുടിവെള്ളത്തിന് വേണ്ടി. എല്ലാ സമയം നമുക്ക് കുടിവെള്ളം കിട്ടത്തില്ല ഇവിടെ. ആ ഒരു പ്രശ്നം കൊണ്ടാണ്. की 6 किलोमीटर की गाँव का नाम है. हाँ ठीक है. गाँव मोनास्ट्री है, फेमस मोनास्ट्री है. ഇവിടുത്തെ റോഡ് കണ്ടോ, മല ഇങ്ങനെ ഈ വലിയൊരു പാറ പോലെയുള്ള മല കയറി വേണം പോകാൻ വേണ്ടി. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് ഹിമാചൽ പ്രദേശിലെ കീ എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ്. ഇവിടെ ഒരു ഫ്രണ്ടിനെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഹായ്. Hi, ജൂലേ. Jule. My name is Lanzom and I'm from Himachal Pradesh. Okay. And this is my village. Okay. Currently I'm here. And this is my homestay. ഓക്കെ, ഞാൻ താമസിക്കുന്നത് ഇവരെ ഹോം സ്റ്റേ കേട്ടോ, കർമ്മ ഹോം സ്റ്റേ എന്ന് പറയും. Homestay here. ഓക്കെ, And യാ കം. have a look. ഓക്കെ, അതായത് ഇവരെ ഗ്രാമത്തിലാണ് വലിയൊരു ബുദ്ധ മൊണാസ്ട്രി വരുന്നത്. യു നോ മലയാളം ലാംഗ്വേജ്? No, I don't know. ദിസ് ഈസ് കേരള ലാംഗ്വേജ്, മലയാളം. Okay. പിന്നെ ഞാൻ ഈ പെൺകുട്ടി എൻ്റെ കൂടെ ഉണ്ട്. ഇവർ ഹോം സ്റ്റേയിലാണ് താമസിക്കുന്നത്. എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജ് അയച്ചു, ഞാൻ അങ്ങനെ വന്നതാണ്. ഇവരെ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട്. ഇവരെ ഹോം സ്റ്റേ ഞാൻ പരിചയപ്പെടുത്തി തരാം. ആദ്യം നമുക്ക് ഈ ഗ്രാമം ഒന്ന് കറങ്ങാം കേട്ടോ. ഇറ്റ്സ് ടോട്ടലി യുവർ വില്ലേജ്? Yeah. 55 home only. ഓക്കെ, കീ വില്ലേജ് 55 ഹോം. 55. ടോട്ടൽ പോപ്പുലേഷൻ Maybe 300. yeah, 300, 400. ഓക്കെ, അതായത് 200 അല്ലെങ്കിൽ 300-400 ആൾക്കാരാണ് കേട്ടോ ഈ ഗ്രാമത്തിൽ ടോട്ടൽ ഉള്ളത്. ഇപ്പം ഈ ഗ്രാമത്തിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നത്. അങ്ങ് മലമുകളിൽ കണ്ടോ, അതാണ് ഇവരുടെ ബുദ്ധ മൊണാസ്ട്രി. വാട്ട് ഇസ് ദ ആൾട്ടിറ്റ്യൂഡ്? It's 13,000 feet. 13,000 ഫീറ്റ്. Yeah. ഓക്കെ, അതായത് 4166 മീറ്ററിലാണ് ഇവരുടെ ഈ ഒരു ഗ്രാമം സമുദ്രനിരപ്പിൽ നിന്നും സ്ഥിതി ചെയ്യുന്നത്. സ്പിറ്റി നദിയെ. Yeah, this is Spiti River. ഓക്കെ, Coming from Lahore. ലാഹോർ. ഇസ് ടോട്ടലി യുവർ വില്ലേജ് ഏരിയ? Yeah, this is our village and this is Key Monastery. ഓക്കെ, Situated in 13,000 feet. യാ ആൾട്ടിറ്റ്യൂഡ്. മീറ്റർ വൈസ് 4,100 പ്ലസ്. ഓക്കെ. And actually this is 1,000 year old and this monastery is very famous. ഓക്കെ, You should visit there. You will find Pandulipi scripts Okay. and wind instrument also. ഓക്കെ. വിൻ്റർ ടൈം വാട്ട് ഈസ് യുവർ ആക്ടിവിറ്റി, മീനിങ് കെയ്ത്? During winter, life life is very difficult actually. I think it's a more than snow cover. Yeah, Okay. because of snow, transport system is also not properly, and we suffered a lot for water, basic necessary, Okay. such as food, vegetables. Okay. How to survive winter time? Yeah. How to survive meaning Achicha. your life, winter time your life. We store everything, food and everything. we Rice, store. vegetable, Yeah, everything. mutton. Yeah, Okay, all stock करते हैं. yeah, अच्छा. Okay, here totally also बर्फ है. yeah. Okay, temperature winter time During January it goes above -30. -30. -30 you living. Yeah. ഓക്കെ, അതായത് നമ്മളെ എന്താണ് ഡിസംബർ ജനുവരി ഈ സമയത്തൊക്കെ -30 വരെ വരും. -30 ഇവർ ജീവിക്കുന്നുണ്ടോ പറയുന്നത്? ഓക്കെ, ഗുഡ്. കീ വില്ലേജ് ഈസ് ഐ തിങ്ക് ഇസ് എ കമ്പയർ വൈസ് കാസ കീ വില്ലേജ്. ദിസ് ഈസ് പീസ്. Yeah. കാസ ഈസ് ക്രൗഡഡ്. Yeah. You should came for meditation also. There's facility- Meditation. Yeah. ഓക്കെ, മെഡിറ്റേഷൻ. Inside monastery. Yeah, I am planning. There's a small cave. കേവ്. Yeah. അതായത് ചെറിയ ചെറിയ ഗുഹകൾ പോലെ ഉണ്ടാവും കേട്ടോ. നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി ഞാൻ ആ മൊണാസ്ട്രിയിൽ പോകുന്നുണ്ട്. അതിൻ്റെ വീഡിയോ കൂടി ഉൾപ്പെടുത്താം. അപ്പോൾ ഇതാണ് കേട്ടോ കീ എന്ന് പറഞ്ഞ ഗ്രാമം. ഞാനിന്ന് താമസിക്കുന്നത് ഇവിടെയാണ്. എന്തായാലും വളരെ സന്തോഷം കേട്ടോ, ധാരാളം സഞ്ചാരികൾ വരുന്നുണ്ട്. ജൂലേ. This is glass water actually. ഗ്ലാസ് വാട്ടർ മീനിങ് ഡയറക്റ്റ് മൗണ്ടൻ. Yeah, it comes from mountain. ഓക്കെ, Natural source of water, and we believe that this is the purest form of water and it is very good for our skin. Okay. And it is at the same time it is very healthy for your body actually. ഓക്കെ. ഇസ് ബർഫ് വാട്ടർ Yeah. No, burf ka nahi hai. നോട്ട് ബർഫ് വാട്ടർ, ഡയറക്റ്റ് ഇൻസൈഡ് മൗണ്ടൻ. Yeah. ഓക്കെ, അതായത് മലകൾക്കിടയിൽ നിന്ന് വരുന്ന ശുദ്ധജലമാണ്. ഇവർ ഈ ജലത്തിന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ പറയുന്നത്. ഇറ്റ്സ് കോൾഡ്. Yeah, it's ഓക്കെ. cold. ഓക്കെ, യു ജസ്റ്റ് ട്രൈ. ഈ കുട്ടി കുടിക്കുന്നുണ്ട്. You should try. Yeah, just take my camera. Okay. It's cold. It is very healthy actually, and it is very good for your skin, and if you have kidney problem, it will also help to Okay, it's good. remove kidney stone. Okay, thank you.
അതിൽ വളരെ സന്തോഷം കേട്ടോ. ഇന്ന് വില്ലേജിൽ ഒരാളെ പരിചയപ്പെടാൻ കഴിഞ്ഞതും ഈ ഒരു കുട്ടി ഉള്ളത് കൊണ്ടല്ലേ നമുക്കിപ്പോൾ ഇതൊക്കെ പറഞ്ഞുതരാൻ പറ്റുന്നത്. ഇവിടുത്തെ ആൾക്കാരെ സ്നേഹം കണ്ടോ, നമ്മളെ കൂടെ നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടി വരുവാണ് ഇവിടുത്തെ പെൺകുട്ടികളൊക്കെ. അതായത് ഇവിടെ ഒരു പ്രശ്നമില്ല കേട്ടോ. ഇവിടുത്തെ അച്ഛനമ്മമാരെ പറഞ്ഞാൽ അത്രയും സഞ്ചാരികളോട് അത്രയും സ്നേഹമാണ്. അതാണ് കേട്ടോ കുട്ടികളെ നമ്മളെ കൂടെ വിടുന്നത്. താങ്ക് യു. വാട്ട് ഇസ് യുവർ നെയിം? My name is Lanzom. 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 Okay, it's Buddhist. Yeah, Lanzom. Buddhist name. Okay. And see, this is white khatak. We called khatak actually, and we put here because we believe that this water is very pure. Okay. And this place is also very pure. Okay. This what is name of the place? This place? Chumik. Chumik is your belief? Yeah, Chumik means glass water. Glass water. Glass water meaning pure water. Pure water came from mountain naturally. Okay. What is this? Actually, this is a local shop. We have only one shop and we called it Dukan. ഈ വില്ലേജ് ഓൺലി വൺ ഷോപ്പ്. Yeah, only one shop. അതായത് ഈ ഗ്രാമത്തിൽ സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ ഈ ഒരു വീടാണ് കേട്ടോ. ഈസ് ഹോം. Yeah, it's owner home. Okay. And this is his own shop. ഇവരെ കടയിൽ വരണം കേട്ടോ. ഈ കുട്ടിക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്. വാട്ട് ഈസ് യുവർ യൂട്യൂബ് ചാനൽ നെയിം? Lanzom Spiti. Lanzom. Lanzom Spiti. Spiti. Okay, my fans support you. Yeah, thank you so much. ഞാനിപ്പോൾ ഇവരെ ഗ്രാമത്തിലൂടെ നടക്കുന്നു കേട്ടോ. ഈ ഗായ് Yeah, it's the बहुत hair है. Yeah, it's the yak actually. Oh, this is yak. Not yak, but Future yak. Future yak. maybe. Okay. ഇതുണ്ടോ? This is not properly yak. It's a unique breed. It's not. ഓക്കെ. बहुत ज़्यादा hair. ഇതുണ്ട്. ഈ പശുവാണ്. ഇവർ പറഞ്ഞ യാക്കാവെന്നാണ് പറയുന്നത്. We call them Zomo actually. സോമോ. ഓക്കെ. എന്താല്ലേ രോമം? I think इसे देखने का बकरी है. But it is not good. Okay, good. This breed is very common actually. Oh, common. What is the name of the breed? Pashi. Pashi. In our all language. Pashi. Pashi. Yeah. Pa. Okay, Pashi. Acha. Who is this? His family, eh? Yeah. He is my father. Oh, father. Hi. He is Sister. my aunt. Auntie. Your auntie. Okay. And they are her children. Children. Okay. अभी किधर जाना है? अच्छा, आपका होम സ്റ്റേ अच्छा है. ബൈ. നല്ല ഫാമിലി കേട്ടോ. ഈ കുട്ടീൻ്റെ അച്ഛനാണ്. എൻ്റെ കൂടെ വിട്ട ഒരാളാണ് കേട്ടോ ഈ ഒരു സ്ഥലം കാണിച്ചു തരാൻ വേണ്ടി. സത്യം പറഞ്ഞാൽ അത്ഭുതം തോന്നുന്നു. വളരെ സന്തോഷം. ഇതാണ് ഇവരെ നമ്പർ. നിങ്ങൾക്ക് ഇവരെ റൂം ഇവിടെയൊക്കെ വരണമെങ്കിൽ നമ്പർ വിളിച്ചത് കേട്ടോ. കർമ്മ വണ്ടിയും കിട്ടും. നിങ്ങൾക്ക് ഇവരെ ഹോം സ്റ്റേയിൽ വരണമെങ്കിൽ 10 ആളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം കേട്ടോ. ഇതാണ് ഇവരെ വീട്. ദിസ് ഇസ് യുവർ ഹോം? Yeah, this is my home and this is my dog Leo. ഓക്കെ. പാവം പെൺകുട്ടി കേട്ടോ. നമ്മളോട് എത്ര സ്നേഹത്തോടെ സംസാരിക്കുന്നവർ. എനിക്ക് വളരെ ഹാപ്പി തോന്നുന്നു. വാട്ട് ഇസ് നെയിം? Leo. ഓക്കെ. ലിയോ. ഹായ് ലിയോ. ദിസ് യുവർ ഡോഗ്? Yeah. ലിയോ. വാട്ട് ഇസ് ദിസ്? Actually, he did operation. ഓക്കെ. ഇസ് ഇഞ്ചക്ഷൻ? Not injection. Government in Himachal, government Okay. Do surgery of dogs so okay. that their population Is good. Much. That's why. ഓക്കെ. ദിസ് ഈസ് യുവർ ഹോം. Yeah, this is my home. ഇതാണ് കേട്ടോ ഇവരെ വീട്. നമുക്ക് താമസിക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. സഞ്ചാരികൾ വന്ന കർമ്മ ഹോം സ്റ്റേ എന്നാണ് പേര്. ഇവരുടെ നമ്പറൊക്കെ ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ വ്ളോഗിൽ തന്നെ. ഇൻസൈഡ്. Yeah. ഓക്കെ. നമുക്ക് വീട്ടിനുള്ളിലേക്ക് പോവാം. ഇവിടെയൊക്കെ ഉണ്ടോ പുതിയ ഹോം സ്റ്റേ ആണ്. ഹായ് ഭയ്യ. നമസ്തേ. ഇതുണ്ട് ഇവരെ വീട്ടിനുള്ളിലേക്ക് പോവാം. നമുക്ക് ചെരുപ്പ് അയക്കാം. ടു സിസ്റ്റർ. Yeah, we have 3 sisters. 3 sisters. Yeah. Okay. Third one is in college. Oh, college. Okay. This is your homestay. Yeah, this is my homestay. Okay. We are in our homestay right now, and this is the first room. Okay. Yeah. ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത് കേട്ടോ. ഈ റൂമിലാണ് ഞാൻ താമസിക്കുന്നത്. This how many person? I think 3 or 4. Actually 3 people, Okay. stay here. അതായത് 3 നമ്മൾ മലയാളികൾ വന്ന 4 ആൾക്കൊക്കെ കിടക്കട്ടെ. ഇവിടെ എന്താ സിസ്റ്റം എന്ന് പറഞ്ഞാൽ 1000 രൂപയാണ് റൂമിൻ്റെ പൈസ വരും. അതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ഫുഡ്. യെസ്. Yeah, including 2 time food. ഡിന്നർ എല്ലാം. Dinner and breakfast. ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ. നമുക്ക് രാത്രിക്കുള്ള ഭക്ഷണവും രാവിലെയുള്ള ചായയും കാര്യങ്ങളൊക്കെ തരും കേട്ടോ. അത് വളരെ ലാഭമാണ് കേട്ടോ. 1000 രൂപക്ക്. കാരണം നമുക്ക് 3 ആൾക്ക് കിടന്നുറങ്ങുകയും ചെയ്യാം. ദിസ് ഈസ് ടോട്ടലി യുവർ ഹോം. Yeah, this is my home actually. Mud home. Yeah, mud. It's made. It's a mud home. Mud and stone. Yeah, mud and stone, and it's very good for your body also. Yeah, I understand. Yeah. Also winter time is good. Yeah. And ഒരു റിയൽ ലൈഫാണ് കേട്ടോ ഗ്രാമത്തിലെ. come with me. You know Malayalam language? No, I don't know. Okay. സുഹൃത്തുക്കളെ meaning? Hello, dosto. Yes.
You just taught me, right? And this is the second room. Okay. Yeah. Oh, it's a good room. Also dorm type. No, I think direct down. Yeah. Okay. It's the down. എന്തോ ഒരു പീസ്ഫുൾ അന്തരീക്ഷമാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ വരുമ്പം ഒരു ശാന്തത ഉണ്ട്. നമ്മുടെ മനസ്സൊക്കെ എന്തോ ക്ലിയർ ആവുന്ന ഒരു സിറ്റുവേഷനിലാണ്. Also 3 people. Yeah, 3 people. You totally your home. Yeah, this Okay, is you just your sister. yeah. Okay. She's my sister. Hi. Hello. Name? Her name is Zangmo. Sering. Chering Zangmo. Sering Dalmo. She is very poor. Actually, ഭയങ്കര നാണം കേട്ടോ നമ്മളെ ക്യാമറയിൽ വരാൻ വേണ്ടി. she's a little bit shy. Actually. I think she is hard worker in home. No. We both do. No, I think she is hard worker. No. Yes. How can you judge? ഞാൻ കണ്ടുപിടിച്ചോട്ടോ. കാരണം ഈ ഒരു പെൺകുട്ടി ഹാർഡ് വർക്ക് ചെയ്ത് കുറവാണ്. നല്ല പോലെ ഗുഡ്. This is living area and dining room. ഓക്കെ വിത്ത് തന്തൂർ. Yeah, with tandoor. ഓക്കെ. ഓ ഇസ് പ്ലേറ്റ് Yeah. ज़्यादा है प्लेट. Yeah, this is traditional. Actually. Okay, These it's good. utensils are traditional. Yeah, it's beautiful. This dinner room. Dinner and living area. Okay, living area. Okay, it's good. This is third room Oh, and it looks like this. okay. देखने का इतनी रूम है. Yeah. What We is put this? extra blanket and extra, rai because some people get colds. Yeah, That's why yeah, good. they Good. ask for, Yes. That's why. What is this? Your TikTok? Yeah, this is ring light actually. Okay, vlogging time. Yeah. Okay. YouTube channel support ചെയ്ത് കൊടുക്കുക കേട്ടോ. What is name YouTube channel? Lanzom Spiti. Len- LANZOM. Lanzom. Okay. SPITI. Okay, your sister YouTube channel? Yeah. YouTube channel? Yeah. Okay. She also shoot. दो YouTube channel है. What is name? Sering Zangmo. Spelling? Sering Zangmo. CHERING. Sering Zangmo. Space ZANGMO. Zangmo ഓക്കെ. vlogs. നമ്മളെ കേരളക്കാർ വീഡിയോ കാണുന്ന കുട്ടികളെ വീഡിയോയിൽ പോയി കമൻറ്റ് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ കീ മൊണാസ്ട്രിക്ക് അടുത്താണ് ഉള്ളത്. മൊണാസ്ട്രിയുടെ ഒരു ലോങ് വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. അയ്യോ, ടിബറ്റൻ ബുദ്ധ ആർക്കിടെക്ചറിലാണ് കേട്ടോ ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ഒരു പർവ്വതം പോലെയാണ് ആ ഒരു മൊണാസ്ട്രി നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കതിൻ്റെ അകത്ത് താമസിക്കുകയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ചെറിയ അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ പൈസക്ക്. അത് മാത്രമല്ല സ്പിരിച്വലാണ്. നമ്മുടെ മനസ്സിനൊക്കെ ശാന്തമാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചെറിയ ചെറിയ ഗുഹകളുണ്ട് കേട്ടോ ഈ ഒരു മൊണാസ്ട്രിക്ക് അടുത്ത്. നമുക്കത് വീഡിയോ എടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ ഇതിൽ ഉൾപ്പെടുത്താൻ നോക്കാം. ഓ മാൻ, ഒരു രക്ഷയില്ലാത്ത മൊണാസ്ട്രി കേട്ടോ. നിങ്ങൾക്ക് ദൂരെ നിന്ന് കാണുമ്പോൾ എത്രത്തോളം അതിൻ്റെ വിഷ്വൽ ഭംഗി കിട്ടുന്നുണ്ടോ അറിയില്ല. കീ മൊണാസ്ട്രിയുടെ മുകളിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ ചില ഏരിയകൾ നമുക്ക് വീഡിയോ എടുക്കാൻ പെർമിഷനൊന്നുമില്ല. മണ്ണ് കൊണ്ടാണ് കേട്ടോ നിർമ്മിച്ചിരിക്കുന്നത്. മണ്ണും കല്ലും മരവും കൊണ്ടാണ് ഇത് ഇവർ പ്രോപ്പറായിട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മതിലുകൾ പോലും നമ്മളെ വീട്ടിനൊക്കെ കൈവരി കൊടുക്കാറില്ല, അതുവരെ കളിമണ്ണും പാറക്കല്ലും കൊണ്ടാണ് ഇവർ നിർമ്മിച്ചിരിക്കുന്നത്. താഴത്തേക്കിലൊരു ആഴം നോക്കിയേ. ഞാൻ കയറി വന്നത് ആ ഗ്രാമത്തിൽ നിന്ന് കേട്ടോ. അങ്ങ് ദൂരെ കാണുന്നതാണ് കീ വില്ലേജ് നിങ്ങൾ കാണുന്നത്. ഹൊമ്മോ ഹെലിപ്പാഡാണ് കേട്ടോ. അവിടെ എഴുതിയിട്ടുണ്ടോ? 4166 മീറ്റർ. ഞാൻ കറക്റ്റ് നോക്കി ഇതിൻ്റെ ആൾട്ടിറ്റ്യൂഡ് എത്രയാണെന്ന്. ഒമ്പോ, എന്തൊരു ആർക്കിടെക്ചർ അല്ലേ. ഇവിടെ മഴ പെയ്യുന്നത് വളരെ കുറവാണ്. കാരണം മഴ പെയ്ത് ഇതൊക്കെ നശിച്ചു പോകും. കാരണം മണ്ണാണല്ലോ. അങ്ങനെ മഴ കുറഞ്ഞ സ്ഥലമായതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെയുള്ള വീടുകൾ ഇവർ നിർമ്മിക്കാനുള്ള മറ്റൊരു കാര്യം. തൊട്ട് താഴെ ഹിമാലയാസും നിങ്ങൾക്ക് കൃഷിയിടവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. എന്തായാലും വലിയൊരു കൃഷിയിടമാണ് കേട്ടോ. വീടുകൾ എത്രത്തോളമാണ് ഉള്ളത് അതിൻ്റെയൊക്കെ 4 മടങ്ങുണ്ട് ഇവിടുത്തെ കൃഷിയിടം എന്ന് പറയുന്നത്. സൈഡിലൂടെ സ്പിറ്റി നദി ഒഴുകി പോകും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതാണ് കേട്ടോ റോഡ്. വാഹനങ്ങൾ വരുന്ന റോഡ് അതാണ്. പക്ഷെ ഞാൻ വന്നത് ഷോർട്ട് കട്ട് വഴിയിലൂടെയാണ്. നമുക്കിൻ്റെ അകംഭാഗമൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു മൊണാസ്ട്രിയുടെ ധാരാളം ഒരു ഏകദേശം 400-300 മങ്സ് ഉണ്ടെന്നാണ് ഇവിടുത്തെ ലോക്കൽസ് എന്നോട് പറഞ്ഞത് കേട്ടോ. മാറി മാറി വരും. കാരണം സ്പിറ്റിയിൽ തന്നെ ധാരാളം ഫേമസ് ബുദ്ധ മൊണാസ്ട്രികളുണ്ട്. തങ്കാർ ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ബുദ്ധ മൊണാസ്ട്രീൻ്റെ കാഴ്ചകളൊക്കെ കേട്ടോ. മാക്സിമം ഞാൻ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവർ ഈ ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ. ബുദ്ധ ഗോമ്പിൽ നിന്ന് ഇറങ്ങി ഞാൻ ഗ്രാമത്തിൻ്റെ കാണാത്ത വീടുകൾക്ക് വന്നിട്ടുണ്ട്. കാരണം ഈ വീടുകൾ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചു. വീട്ടിൻ്റെ മുകളിലൊക്കെ നോക്കിയേ വൈക്കോലുണ്ട്. നമ്മളെ പുല്ലൊക്കെ എടുത്ത് വെച്ചിട്ട് ഭയങ്കര വൃത്തിയാണ് കേട്ടോ ഗ്രാമം. ഗ്രാമത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളിലേക്ക് ചാല് പോകുന്നുണ്ട്. ചാല് പറഞ്ഞാൽ ഇത് വെള്ളമാണ്. നമ്മളെ കൃഷിയിടത്തിലേക്കുള്ള വെള്ളമാണ് കേട്ടോ ഈ പോകുന്നത്. പാത്രം കഴുകാനും ഉപയോഗിക്കാറുണ്ട് ഇവിടുത്തെ ജനങ്ങൾ.
വൃത്തി നിങ്ങൾക്ക് പറഞ്ഞ് അറിയിക്കേണ്ട ആവശ്യമില്ല, കാരണം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ക്ലീൻ ആണെന്ന്. എന്തോ ഒരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ. ഞാനുള്ളത് ഏതോ ഒരു സ്ഥലത്താണല്ലോ, ഒരു ഡിഫറെൻ്റ് കേട്ടോ. ഭൂമീൻ്റെ മണമൊക്കെ ഭയങ്കര വ്യത്യാസമാണ്. ഭൂമിയെ സ്നേഹിക്കുന്ന കർഷകരുടെ ഭൂമിയാണെന്ന് പറയാം കേട്ടോ. അയ്യോ നിരങ്ങി പോവോ? യെസ്. ഓ മാൻ, ഏതാ വീട് നോക്കിയത്? ആ വീടൊക്കെ തരുമോ? ഭാവിയിൽ ചോദിച്ചു നോക്കിയാലല്ലേ. പക്ഷെ നല്ല പൈസ കൊണ്ടിരും കേട്ടോ. ഇവിടെ നമുക്ക് ഭൂമി വാങ്ങാൻ കഴിയത്തില്ല. കുറേ ആൾക്കാർ ചോദിക്കുന്ന കാര്യമാണ്. ഇവിടെ നിന്ന് ഭൂമി നമുക്ക് വാങ്ങാൻ കഴിയത്തില്ല, കാരണം എല്ലാം ഇതാണ്, എന്താണ്, ലീസിനും റെൻറ്റിനകത്തൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. 100 വർഷം പഴക്കമുള്ള വീടാണ് ഈ കാണുന്നത്. ഇവിടെ അമ്മമാർ കുട്ടികളെ എന്താണ് തോളത്താണ് വെക്കുക. തോളത്ത് പറഞ്ഞാൽ നമ്മുടെ ബാക്ക് ഭാഗമില്ലേ, ശരീരത്തിൻ്റെ ബാക്കിൽ എന്താണ് തുണി വെച്ച് കെട്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. കൊണ്ടുപോകുന്നത് അങ്ങനെയാണ്. ഇവിടെ ശീലമാണ്. ഞാൻ ഇവിടെ ഇല്ല, നേപ്പാളിൽ പോകുമ്പോൾ ഞാൻ അങ്ങനെ കണ്ടായിരുന്നു. ഗ്രാമവീഥികളിലൂടെ നടക്കുമ്പോൾ എല്ലാവരും എന്നെയാണല്ലോ നോക്കുന്നത്. ഇതൊക്കെ കണ്ടോ, വീടിൻ്റെ വേലിയൊക്കെ കല്ലടുക്കി വെച്ചിട്ടാണ്. പശു ആടൊക്കെ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഗ്രാമത്തിലെ ആൾക്കാരാണ്. ഇവിടെ എന്തോ ചെറിയ വീട് പണിയുണ്ട്. ഓഹോ, നിങ്ങൾക്ക് ഈ ഗ്രാമത്തിൻ്റെ വഴികളിലൂടെ ഞാൻ നടക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷം എന്താണെന്ന് തീർച്ചയായും കമൻറ്റ് ചെയ്യുക കേട്ടോ. ഉച്ചക്ക് കഴിക്കാൻ കൊണ്ടുത്തുന്ന മാഗിയാണ്. ഈ സ്പൈസി മാഗിയെ आपका बनाता है? ഓക്കെ, സെൽഫ് കുക്കിംഗ്. ठीक है, थैंक यू. അപ്പോൾ ഇന്ന് ഉച്ചക്ക് കഴിക്കാൻ പോകുന്ന ഭക്ഷണം पानी अलग है, इस पहले का पानी है और अच्छा पानी है. ऐसे पड़ा होता है, उसमें मिट्टी घुसी होगी, मैं दूसरा गिलास ले. ठीक है, पानी दूसरा ले आओ. अलग पानी है. ഓക്കെ, ये चश्मे का पानी है, मैं दूसरा. ठीक है. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് മാഗി കഴിക്കാം. കുട്ടി എന്താണ് വെള്ളം കൊണ്ടുത്തരാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ഡിഫറെൻറ്റ് ഫീലുണ്ട്. ഇവർ വീട്ടിൻ്റെ ഉള്ളിൽ ഭാഗം കണ്ട് നിങ്ങൾ തുണിയൊക്കെ ആറിടാൻ വേണ്ടിയുള്ള സ്പേസൊക്കെ ഉണ്ട്. അത് നമ്മളൊരു ഫാമിലി അല്ലേ, ഇവരെ ഫാമിലീൻ്റെ കൂടെ നമ്മളും വരുന്നു. ആ ഒരു രീതിയായിരിക്കും കേട്ടോ. നമുക്ക് ഇങ്ങനെയുള്ള താമസ സ്ഥലം കിട്ടുമ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റ് വരുമോ, നമ്മളെ ഫാമിലിയായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സന്തോഷമില്ല. ഇത് എൻ്റെ ഒരു ഉറപ്പാണ് കേട്ടോ. നമുക്ക് കിട്ടുന്നൊരു ഹാപ്പിനെസ് വേറെ തന്നെയാണ്. നമ്മൾ ഇവരെ കൂടി ജീവിക്കുകയാണ്. ഓരോരോ വീടുകളിൽ മാറി മാറി താമസിച്ച് പോകുമ്പോൾ കിട്ടുന്ന സന്തോഷം അത് വേറെ തന്നെയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവരെ അടുക്കളയിലാണുള്ളത്. വാട്ട് ഇസ് ദിസ്? Hi, this is tea actually, Okay. but now we are making barley. Barley, your language? In our language we call sampa and Sattu? yeah, we call sampa. Samba. Sattu. Okay. Sattu is in Hindi. We call in our language samba. Tibetan language? Yeah, Tibetan language Okay. samba, and right now we are making chirul. Cherul? Yeah, I'm gonna feed you chirul actually. Where is Samba? Samba is here. Oh, you This stop. is barley and Okay. yeah, this is made of jaw actually, and it is very good for your health. Yes. Sugar free. Okay. Yeah. You daily खाता है? No, we didn't eat daily, but most of our traditional food made of this. You more than eat During meat? winter we eat Okay. regularly. It's very healthy. Okay. And it keeps your body. Yeah. ഇപ്പോൾ പെൺകുട്ടി നല്ല സ്മാർട്ടാണ് കേട്ടോ സംസാരിക്കാനൊക്കെ. ഒരു ചായ ആക്കുവാണ്. ഫിനിഷ്? Yeah. ഓക്കെ, ഇങ്ങനെയാണ് കേട്ടോ ഇവർ ആക്കി എടുക്കുന്നത്. ഇതിൽ ചേർത്തത് സമ്പ, ലോക്കൽ ഗീ, local honey, local doodh. ഓക്കെ, അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമുക്ക് കഴിക്കാൻ തരുന്നത്. ഭയങ്കര ഹെൽത്തിയാണ് കേട്ടോ. വിൻ്ററിലാണ് ഇവർ കൂടുതൽ ഉപയോഗിക്കുന്നത്. താങ്ക് യു. It's very healthy actually. ओके, संभव बहुत ज़्यादा है. नहीं अभी ये इसमें मिक्स होगा ना, मैं आपको बताऊंगी कैसे. ठीक है. फिर आप इसको खाना और उसके बाद आपको अच्छा फील होगा. या ओके, दिस वीडियो आई एम बाइंग अप इन टुडे व्लॉग. जस्ट बाय बोलिए. Bye. जस्ट से സുഹൃത്തുക്കളെ എൻ്റെ പേര് ലെൻസും. ഈ പെൺകുട്ടിൻ്റെ പേര് ലെൻസും എന്നാണെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്രാമത്തിലെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു കേട്ടോ. നല്ല മനോഹരമായ കാഴ്ചകളും വരുന്ന ഉടനെ വരുന്നതാണ്. തൽക്കാലം ബൈ.